പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർ ചിന്തിക്കുന്നത് രാഷ്ട്രീയം എന്നുള്ളത് വലിയൊരു പക്ഷപാതമാണെന്നാണ്. പക്ഷപാതമല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രോജ്വലരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ അത് ആദ്യം വരുന്നത് ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ ആയിരിക്കും. 4 ഭാഷയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഭഗത് സിംഗ് ആയിരിക്കും. കേരളത്തിൻ്റെ മാധ്യമ ചരിത്രം എടുക്കുകയാണെങ്കിൽ കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളായിരുന്നു കേരളത്തിൻ്റെ മാധ്യമ മേഖലയ്ക്ക് അടിത്തറ പാകിയത്. അത് സ്വദേശാഭിമാനിയാണെങ്കിലും കെ ബാലകൃഷ്ണനാണെങ്കിലും കെ പി കേശവനാണെങ്കിൽ ആരെയും എടുത്താൽ. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പക്ഷപാതമല്ല, സമൂഹത്തെ കുറച്ചുകൂടി സ്പഷ്ടമായി കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിദാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന് അടിവരയിടുന്ന ഒരു മാധ്യമ ചരിത്രമാണ് ശ്രീ എൻ അശോകനുള്ളത്. എൻ അശോകൻ എന്നുള്ളത് ഒരു തസ്തികയാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കസേരയാണ്. അതായത് മാതൃഭൂമിയുടെ ഒരു തസ്തിക എടുക്കുന്ന പോലെ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത് പോലെ ഒരു തസ്തികയായിട്ടാണ് ശ്രീ എൻ അശോകൻ മാറിയിരിക്കുന്നത്. മാത്രമല്ല, ശ്രീ എൻ അശോകന് എത്ര കാലം വേണമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാമെന്നുള്ളത് ശ്രേംസ് കുമാർ എങ്ങനെ ഒരു ഉദാര വായ്പ ഒരു മാനേജ്മെന്റും ഒരു മാധ്യമ പ്രവർത്തകരോട് ഒരു കാലത്തും കാണിക്കാത്തതാണെന്ന് ഞാൻ പറയട്ടെ. അതിന് ഞാൻ ശ്രേംസ് കുമാർ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി ശ്രേംസ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളോട് ഒരുപക്ഷെ മാധ്യമ മേഖലയിൽ അപജയം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവർ എല്ലാവർക്കെതിരെയും വിളിച്ചു പറയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു സ്വാതന്ത്ര്യം കേരളം വിട്ടാലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ടി കെ നായർ സാറൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും ചീഫ് എഡിറ്റർ എന്ന് ഡൽഹിയിൽ ഒരു സംസാരമുണ്ട്. ആ ദിവസം ഏത് വാർത്തയാണ് ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത് PM ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് ഉരുത്തിരിയുന്നതെന്ന് പറയുന്നവർ. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ മാധ്യമ മേഖലയെ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ മാധ്യമ മേഖലയെ ഒരു തരത്തിലും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി നെഗറ്റീവ് വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ എനിക്ക് ഷെയ്ംസുമായിട്ട് ചെറുതായിട്ടൊന്ന് വിയോജിക്കേണ്ടി വരും. വിയോജിപ്പിന്റെ മേഖല കൂടി നമുക്കിടയിൽ വേണമല്ലോ ഷെയ്ംസ്. അതെ, അതായത് മാധ്യമങ്ങൾ എന്ന് പറയുന്ന മനസ്സിന്റെ വ്യവസായമാണ്. മറ്റ് മേഖലകളെ പോലെയല്ല. ഇപ്പം മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനവും, മാധ്യമങ്ങൾ നമ്മുടെ മനസ്സിനെയാണ് നേരിട്ട് സ്വാധീനിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരാണോ പ്രതികൾ, മാധ്യമങ്ങളാണോ പ്രതികൾ, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകരാണോ ഉദ്യോഗസ്ഥരാണോ പ്രതികൾ എന്ന് പറയുമ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സ്വാധീനത്തെ നമ്മൾ ഒരു തരത്തിലും കുറഞ്ഞു കാണാൻ കഴിയില്ല. ഇപ്പോൾ ഞാനും ശ്രേംസും യോജിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. മലയാളികളിൽ പലരും മദ്യപിക്കും, അതിനുവേണ്ടി ബീവറേജസ് ഷോപ്പുണ്ട്. മദ്യം വരുന്നത് കർണാടകയിൽ നിന്നാണ് ഭൂരിപക്ഷം. എന്തുകൊണ്ട് ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിച്ചുകൂടാ? സിമ്പിളായി ലോജിക്കുക. എത്രത്തോളം ലാഭം സംസ്ഥാനത്തിനുണ്ടാവും, ജനങ്ങൾക്കുണ്ടാവും. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒറ്റക്കെട്ടോടെ അത് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു? ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കാര്യം അല്ലേ ഷെയ്ംസ്? അതെ, ഓക്കെ. അതെ, ഷെയ്ംസിന്റെ പാർട്ടിയിൽ അത് സംബന്ധിച്ച് സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഷെയ്ംസ് അവരോട് പറഞ്ഞു ജലചൂഷണം എന്നുള്ള നിങ്ങളുടെ ആരോപണം ശരിയാണോ എന്നുള്ള കാര്യം ഭാവിയിൽ തെളിയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രംഗത്ത് വരാം. പക്ഷേ പ്രത്യക്ഷത്തിൽ ആ ഒരു പ്രോജക്റ്റിനെ എതിർക്കുന്നൊരു സമീപനം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ചാനലുകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ചൊരു സമരം ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പല വേദികളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ആ സമരമുണ്ടായ സമയത്ത് ക്രൈസ്തവ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്ത് വന്നൊരു സമരമായിരുന്നു. ഒട്ടുമിക്കവാറും മാധ്യമ സ്ഥാപനങ്ങൾ കൈക്കൊണ്ട നിലപാട്, എന്തുകൊണ്ട് ആ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെച്ചുകൂടാ? സുരേഷ് സാറേ, ശരിയാണോ ഞാൻ പറയുന്നത്? ആണ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഞാൻ ലിൻഡാസിലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഒരു അപഗ്രഥം നടത്തി. നായർ സാറെ വിശ്വസിക്കണം, 82% വാർത്തകളും ആ പദ്ധതി നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. 82% വാർത്തകൾ.
കേവലം 18% വാർത്താ ശകലങ്ങൾ മാത്രമാണ് ആ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ പ്ലേസ് ചെയ്യപ്പെട്ടത്. ഇതാണോ കേരളം ആഗ്രഹിക്കുന്ന മാധ്യമ മേഖല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇന്ന് ചാനൽ പ്രവർത്തകർ മത്സരിച്ച് വിഴിഞ്ഞം കേരളത്തിന് വേണ്ടി ഒരുക്കുന്ന സൗഭാഗ്യത്തിന്റെ ആ ഒരു ഏടുകളെ കുറിച്ചുള്ള വിവരണങ്ങളുമായി നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതാനും മാസം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ മാധ്യമ മേഖലയിൽ നമ്മൾ കൈക്കൊണ്ട സമീപനത്തെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം കൂടി പറയാം. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഒരു യോഗം, മാധ്യമ സാരഥികളുടെ യോഗം വിളിച്ചു ചേർത്ത് ദേശീയപാത വികസനത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തി. കുറച്ചുപേര് മാത്രമേ. ആ യോഗത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കേരളീയം പ്രതിനിധിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞു, CM താങ്കളുടെ രാഷ്ട്രീയമായിട്ട് എനിക്ക് യോജിപ്പില്ലെങ്കിലും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പരിപൂർണമായി നിങ്ങളുടെ നിലപാടിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നതാണ്. ഒരു തരത്തിലും ഒരു നിഷേധാത്മകമായിട്ടുള്ള വാർത്ത ഞാൻ പ്രദാനം ചെയ്യുന്ന ചാനലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പദ്ധതി തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ആലോചന ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. സാറിന് അറിയാവുന്ന കാര്യങ്ങൾ ടി.കെ. സാർ മാസങ്ങൾക്കുള്ളിൽ ആ പദ്ധതി ചുരുട്ടിക്കെട്ടി മുകളിൽ വെച്ചു, തട്ടത്ത് വെച്ചു. അതുകൊണ്ട് കേരളത്തിലുണ്ടായ നഷ്ടം എത്രയാണ്? സാമ്പത്തിക മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ. ഒരുപക്ഷെ 10 വർഷം മുമ്പ് ദേശീയപാത പൂർത്തിയായിരുന്നെങ്കിൽ കേരളം എവിടെ എത്തിയേ? കേരളത്തിലെ ഒട്ടുമിക്കവാറും മാധ്യമങ്ങൾ ഈ ദേശീയപാത വികസനവുമായി